ഹലോ ഹായ്. വെറും 2-3 മിനിറ്റ് മാത്രം കേട്ടാൽ മതി. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പ്രഭാഷണം കേട്ടു. അതിൽ ഭാര്യമാരോടുള്ള ഭർത്താക്കന്മാരുടെ കടമകൾ പറയുന്ന ഭാഗത്ത് വളരെ രസകരമായൊരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഭർത്താക്കന്മാരോട് പറയാണ്, നിങ്ങൾ കുടിച്ചാൽ അവരെ കുടിപ്പിക്കുക, നിങ്ങൾ ധരിച്ചാൽ അവരെ ധരിപ്പിക്കുക, നിങ്ങൾ കഴിച്ചാൽ അവരെ കഴിപ്പിക്കുക എന്നതാണ്. ഈ വിഷയം ഈ പ്രഭാഷണത്തിൽ കേട്ട ഈ വിഷയം നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ അഭിനവകാല ഭർത്താക്കന്മാർ, ഞാനടക്കമുള്ള ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അതിൽ പറയുന്നത്. ഒരുപാട് നമ്മുടെ ഭാര്യമാർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടാകാം, അവർ പട്ടിണിക്കുന്നുണ്ടാവില്ല, അതുപോലെ അവർക്ക് വേണ്ടതൊക്കെ വാങ്ങുന്നത്. എന്നിരുന്നാൽ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുമായി നമ്മൾ പുറത്തു പോയി കഴിക്കുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് പോലും അവരെ ഒറ്റപ്പെടുത്തരുതെന്നാണ് എല്ലാ മതങ്ങളും പറയുന്നത്. അവർക്കത്ര വിഷമമുണ്ടാകും. അവരൊരുപാട് നല്ല ഭക്ഷണങ്ങൾ പാകം ചെയ്ത് നമ്മെ കാത്തിരിക്കും. നമ്മൾ വന്നിട്ട് പറയും നമ്മളെ സുഹൃത്തുക്കളൊപ്പം പുറത്തു നിന്ന് കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വല്ലാത്ത സങ്കടമാണ്. അപ്പോൾ ആ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. അങ്ങനെ ഒരു കൂട്ടുകാരുമൊത്ത് പുറത്തു നിന്ന് കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ അവർക്കൊന്ന് കോൾ വിളിച്ചിട്ട് ഞാനിങ്ങനെ കൂട്ടുകാരൊപ്പം കഴിക്കേണ്ട ഒരു സാഹചര്യത്തിലെത്തിയിട്ടുണ്ട്, ഞാൻ കഴിക്കാണ്, എനിക്ക് സമ്മതമല്ലേ, സമ്മതം ചോദിക്കുക. അതിനൊന്നും വലിയ കുറവൊന്നും കാണിക്കേണ്ടതില്ല, നിൻ്റെ ഭാര്യയല്ലേ. അപ്പോൾ സമ്മതം ചോദിക്കുക. സമ്മതം ചോദിച്ചിട്ട് അവർ ഒക്കെ പറയും, പറയാതിരിക്കില്ല. നമ്മുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം, അവരെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്നിട്ട് പോകുമ്പോൾ അവൾക്കും മക്കൾക്കും കൂടി എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കാം. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആരും അങ്ങനെ വാങ്ങിക്കൊടുക്കാത്തവരൊന്നും അർത്ഥമില്ല. പക്ഷെ നമ്മൾ കരുതും നമ്മൾ വാങ്ങിക്കൊടുക്കുന്നുണ്ടല്ലോ, അവരെ പുറത്ത് കൊണ്ടുപോകാറുണ്ടല്ലോ എന്ന് കരുതി തന്നെ നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. ഇതൊന്നും ഒരു ചെറിയ നിസ്സാരമായിട്ടാണ്. പക്ഷെ ആ നിസ്സാരമായ കാര്യം ചില സ്ത്രീകളുടെ മനസ്സിൽ വല്ലാത്ത വേദന ഉണ്ടാകും. അപ്പോൾ അവരെപ്പോഴും പരിഗണിക്കണമെന്നതാണ്. നീ കുടിച്ചാൽ അവളെ കുടിപ്പിക്കാതെ, നീ പുറത്ത് പോയിട്ട് ജ്യൂസ് കഴിക്കുമ്പോൾ അവളെ കഴിപ്പിക്കണം. ഈക്വാലിറ്റി എന്ന് പറയുന്നത് അവിടെ കൊണ്ടുവരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ സമയത്തും നമ്മളവർക്ക് മറ്റു സമയങ്ങളിൽ വാങ്ങിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ള സമയങ്ങളിൽ പരിഗണിക്കാതിരിക്കുന്നത് ശരിയല്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ ഭർത്താക്കന്മാർ അറിഞ്ഞുമറിയാതെ പരിഗണിക്കപ്പെടാത്ത ഭാര്യമാർ ഇത് ശ്രദ്ധയിൽപ്പെടുന്നെങ്കിൽ ധൈര്യപൂർവ്വം അവരുടെ വാട്സപ്പിലേക്ക് എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കാം. ഇങ്ങനെ അയച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ആ ധൈര്യമില്ലാത്ത അത്ര ഉള്ള പൂരമായ ഭർത്താക്കന്മാരാണെങ്കിൽ അവർ കേൾക്കുമ്പോൾ തന്നെ ഉറക്കെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നെ ഇതുവരെ സഹിച്ച് ക്ഷമിച്ച് കേട്ടതിന് നന്ദി. വീണ്ടും ഒരു ചെറിയ ഉപദേശമായി വരുന്നത്. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്തെങ്കിലും വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ പുതിയതായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊന്നും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ, ഉള്ള പരിമിതികൾ വെച്ചിട്ട് ചെയ്യാണ്. വല്ല കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഉണർത്തുക, ഞാൻ തിരുത്തുന്നതായിരിക്കും. അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാ കാര്യങ്ങളും നന്നായി നടക്കട്ടെ. എല്ലാവരും പരിഗണിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബായ്.